ഒരു നിമിഷ നേരം കൊണ്ട്, തൻ്റെ ഒരു സംസാരം കൊണ്ട്, തൻ്റെ ഒരു കമൻ്റ് കൊണ്ട്, തൻ്റെ ഒരു പ്രവൃത്തി കൊണ്ട്, താൻ ഇതുവരെ സമ്പാദ്യവും, തൻ്റെ നല്ലൊരു ജോലിയും, തൻ്റെ കുടുംബത്തിലും സമൂഹത്തിലുമുള്ള തൻ്റെ അന്തസ്സും അഭിമാനവും എല്ലാം നശിപ്പിക്കുന്ന ചില ആളുകളെ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. ഇപ്പോൾ കുട്ടികളുടെ മരണവുമായി ബന്ധപ്പെട്ട് നടത്തിയ പരാമർശം നമുക്കറിയാം. സോഷ്യൽ മീഡിയ വാർത്തകൾ അധികമായി കാണുകയോ കേൾക്കുകയോ ഇങ്ങനെയുള്ള വൈറൽ വാർത്തകൾ നമ്മൾ കാണാറുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് നിമിഷ നേരം കൊണ്ട് ഒരാൾക്ക് തോന്നി. ഇപ്പോൾ ചില ആളുകൾ ഈ ഒരു സംഭവം മാത്രമല്ല, മറിച്ച് ഈ അടുത്തടുത്തായി പല സംഭവങ്ങൾ ഇങ്ങനെ ഉണ്ടാകാറുണ്ട്. ഈ അടുത്ത ഒരു കാലത്ത് നമ്മുടെ പിണറായി വിജയൻ സാറിനെ കുറിച്ച് പറഞ്ഞല്ലോ ഒരാൾ, ഭയങ്കര മോശമായി ഇങ്ങനെയൊക്കെ പറഞ്ഞ് അദ്ദേഹത്തെ കുറിച്ച് BJP കാരനാണെന്ന് തോന്നുന്നു അദ്ദേഹം. അപ്പോൾ അങ്ങനെയൊക്കെ പറഞ്ഞ സമയത്ത് അവസാനം പിന്നീട് അദ്ദേഹം പിടിക്കപ്പെട്ടപ്പോൾ പലരും വീഡിയോകളും അദ്ദേഹത്തിൻ്റെ ജോലിയുമായി ബന്ധപ്പെട്ട് പല പ്രയാസങ്ങളുണ്ടായപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാനത് അങ്ങനെ പറഞ്ഞില്ല, ഞാൻ ഒരു മദ്യത്തിൻ്റെ കയ്യിൽ പറഞ്ഞു പോയതാണ്, അങ്ങനെ പറഞ്ഞ ഇത് നമുക്കറിയാം സംഭവം. അപ്പോൾ അതേപോലെ പലപ്പോഴും പലരും ഈ അബ്ദുൽ നാസർ മദീനിയുടെ ഒരു ഫോട്ടോയുമായി ബന്ധപ്പെട്ട് അദ്ദേഹം ജയിലിൽ നിന്ന് വരുന്ന രംഗം, അപ്പോൾ അതുമായി ബന്ധപ്പെട്ട ഒരാൾ കമൻറ്റ് ചെയ്തത് വളരെ മോശപ്പെട്ടൊരു കമൻറ്റ്. അദ്ദേഹത്തെ പിന്നെ നമുക്ക് ഇത് ഒരു മതത്തിനെ കുറിച്ച് മാത്രം പറയുകയല്ല, മറിച്ച് നമ്മളെ കോൺഗ്രസിൻ്റെ ഒരു സമുന്നത നേതാവ് ഉണ്ടായിരുന്നു. അദ്ദേഹം മരണപ്പെട്ട സമയത്ത് അദ്ദേഹത്തെക്കുറിച്ച് മോശം എഴുതിയ ഒരാൾ, അപ്പോൾ അദ്ദേഹം മോശം ഇങ്ങനെ കമൻറ്റ് എഴുതി. അപ്പോൾ അത് വലിയ വിവാദമായി, കുറച്ച് അറിയപ്പെട്ട ആളും കൂടി ആയിരുന്നു. അപ്പോൾ അങ്ങനെ ചില ഒരു സന്ദർഭത്തിൽ നമ്മൾ ചെയ്യുന്ന ഒരു മിനിറ്റത്തെ ഒരു പരിപാടി, ഒരു ചെറിയൊരു കമൻറ്റ് കൊണ്ട് അദ്ദേഹത്തിൻ്റെ എല്ലാ തലത്തിലും ബുദ്ധിമുട്ടും പ്രയാസവും അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനും അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്കും മക്കൾക്കും എല്ലാ വിധത്തിലുള്ള പ്രയാസം അനുഭവിക്കുകയാണ് ഒരു കമൻറ്റ് കൊണ്ട്, ഒരു വീഡിയോ കൊണ്ട്. ചില ആളുകൾ വീഡിയോ ചെയ്യും, അത് പറഞ്ഞുകൊണ്ട് വീഡിയോ ചെയ്യും, അതോടുകൂടി അവൻ്റെ സകല പ്രയാസം തുടങ്ങും. അപ്പോൾ അങ്ങനെയുള്ള അവസ്ഥ നമ്മൾ ഈ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കുക. പ്രത്യേകിച്ച് ഗൾഫ് രാജ്യങ്ങളൊക്കെ എന്ത് ഷെയർ ചെയ്യണം, എന്ത് കമൻറ്റ് എഴുതണം, എന്ത് നിങ്ങൾ ഷെയർ ചെയ്തുകൂടാ, എന്ത് പറയാൻ പാടുണ്ട്, എന്ത് പറയാൻ പാടില്ല എന്ന് കൃത്യമായുള്ള ബോധം നമുക്കുണ്ടാകണം. ഇപ്പോൾ നമുക്കറിയാം ചില ആളുകൾ, നമുക്ക് നിരവധി വീഡിയോസ്, എൻ്റെ 2 ചാനലും കൂടി തുറന്നു നോക്കിയാൽ 2000-3000 വീഡിയോസ് ഉണ്ടാവും. പക്ഷേ അവിടെയൊക്കെ നമ്മൾ കൃത്യത പാലിക്കേണ്ടതാണ്. പ്രത്യേകിച്ച് നമ്മൾ പ്രവാസ ലോകത്ത് ഇരുന്നുകൊണ്ടാണ് വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ എന്ത് പറയാൻ പാടില്ല, എന്തൊക്കെ പറയാൻ പാടുണ്ട്, എന്തൊക്കെ പറയാൻ പാടില്ല, ആരെക്കുറിച്ച് ഒരാളെക്കുറിച്ച് ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒരാളെ കെട്ടിയിട്ട് താഴ്ത്തിക്കെട്ടിയിട്ട്, ഒരാളെ പരിഹസിച്ചിട്ട്, ഒരാളെ കളിയാക്കിയിട്ട് നമുക്ക് എന്ത് കിട്ടാൻ? മരിച്ചുപോയ കുട്ടികളെക്കുറിച്ചൊക്കെ മോശം പറഞ്ഞിട്ട് എന്ത് കിട്ടാൻ? അതേപോലെ ഒരു മതവിഭാഗത്തിനെതിരെ ശക്തമായ ഒളിയമ്പുകൾ ചെയ്യുന്ന ആളുകളുണ്ട്. ഒരു മതവിഭാഗത്തെ മാത്രം മുന്നം വെച്ചുകൊണ്ട് ശക്തമായ വീഡിയോസ് ഇന്ത്യയിൽ പോലുള്ള രാജ്യത്ത് ഇരുന്നുകൊണ്ട് ചെയ്യുന്ന ആളുകളുണ്ട്. അപ്പോൾ ഇവിടെ അവർക്ക് അതിലൂടെ ഒരുപാട് ആളുകൾ അത് കാണുന്നു. നമുക്കറിയാം സോഷ്യൽ മീഡിയൻ്റെ ഒരു നെഗറ്റിവിറ്റി, അത് അങ്ങനെയുള്ള ഇത് കൂടുതൽ ആളുകൾ കാണാൻ ഇതാക്കാൻ വേണ്ടി ആയിരിക്കാം ചിലപ്പോൾ. പക്ഷേ അവിടെ ഒരു നേട്ടമാണ് അവർക്ക് ഉണ്ടാകുന്നത്. അവർക്ക് അവരുടെ കുടുംബത്തിന് അവരുടെ ഏത് രീതിയിലൊരു നേട്ടം, ഒരു ഗുണം ഉണ്ടാകും ഈ മോശം പറഞ്ഞുകൊണ്ട് ഇദ്ദേഹത്തെ കൊണ്ട് ഒരു മതത്തെക്കുറിച്ച് അപഹേളിച്ചും കളിയാക്കിയും സംസാരിച്ചൊന്നും നമുക്കറിയില്ല. അതേപോലെ ഈ അടുത്ത കാലത്ത് നമുക്കറിയാം പിണറായി വിജയനെക്കുറിച്ച് മോശം പറഞ്ഞ ഒരാൾ, അതേപോലെ മഹദനി സാഹിബിനെതിരെ അദ്ദേഹത്തിൻ്റെ ഒരു പോസ്റ്റിനെതിരെ മോശം കമൻറ്റ് പറഞ്ഞ ഒരാൾ, അതേപോലെ ഒരു കോൺഗ്രസിൻ്റെ നേതാവ് മരിച്ച സമയത്ത് മോശം കമൻറ്റ് ചെയ്ത് പിന്നീട് എന്താ സംഭവിച്ചത് നമുക്കറിയാം. അപ്പോൾ നമ്മൾ ഇത് ഒരു കമൻറ്റ് നമ്മൾ അത് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ആളുകളെ വലിയ ഫയലോ അവൻ്റെ സൂമൊക്കെ ചെയ്തിട്ട് അവനെക്കുറിച്ച് കാണിച്ചിട്ട് എന്തിങ്ങനെ എഴുതിയിട്ടുണ്ടോ അവൻ ഇങ്ങനെയാന്ന് പറഞ്ഞ് ചില ആളുകൾ പറയാൻ തുടങ്ങും. അപ്പോൾ ഇവിടെയൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇപ്പോൾ നമ്മൾ അങ്ങനെയൊന്നും ചെയ്യാൻ നമ്മൾ പാടില്ല. നമ്മൾ വ്യക്തമായി മനസ്സിലാക്കണം എന്ത് കമൻറ്റ് എഴുതണം, എന്ത് എഴുതാൻ പാടില്ല, എന്ത് ചെയ്യണം, എന്ത് ചെയ്യരുത്, ഏത് വീഡിയോ ചെയ്യണം, ഏത് വീഡിയോ ഷെയർ ചെയ്യണം എന്ന് പോലും നമ്മൾ കൃത്യമായി ആലോചിച്ച് മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ ചെയ്യാൻ. അതേപോലെ മറ്റൊരു വിഷയം, മുസ്ലിം നാമധാരികളായ ഒരുപാട് ആളുകളുണ്ട്. നിങ്ങൾക്ക് സോഷ്യൽ മീഡിയയിൽ അറിയാം, ആരിഫിനെ പോലെയുള്ള ആളുകൾ. അപ്പോൾ അദ്ദേഹം മുസ്ലിം നാമധാരിയാണ്, പക്ഷേ ഇസ്ലാം മതം അനുസരിച്ച് ജീവിക്കുകയോ അത് ഉൾക്കൊള്ളുകയോ അത് വിശ്വസിക്കുകയോ പൂർണ്ണമായി വിശ്വസിക്കുകയോ ഹൃദയം കൊണ്ട് ഒന്നും ചെയ്യുന്നില്ല. അദ്ദേഹത്തിൻ്റെ വാക്കിലൂടെ പ്രവൃത്തിയിലൂടെ ഒരുപാട് വീഡിയോസിൽ നമുക്ക് മനസ്സിലാകുന്നതാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരുപാട് ആളുകളുണ്ട്. അത് ഒരാൾ മാത്രമല്ല, നിരവധി ആളുകളുണ്ട്. അവർ പോലും ഇങ്ങനെയുള്ള ഇസ്ലാമിൻ്റെ മുസ്ലിം നാമധാരികളായ ആളുകൾ പോലും ഒരു ക്രൈസ്തവനെ പറ്റിയോ ഒരു ഹൈന്ദവ കുട്ടികളെ പറ്റിയോ ഒരു ഹൈന്ദവനെ പറ്റിയോ ഒന്നും മോശമായി പറയില്ല. അവരുടെ ഉള്ളിലുള്ള അവർക്കറിയാം അത് പാടില്ല എന്ന് അവർക്ക് ഉത്തമ ബോധ്യമുണ്ട്. പിന്നെ ഇസ്ലാം മതത്തിനെതിരെ കുറിച്ച് എന്ത് പറയുന്നത് വെച്ചാൽ നമുക്കറിയാം, സോഷ്യൽ മീഡിയയിലെ പബ്ലിസിറ്റിക്കും അല്ലെങ്കിൽ മതവിരോധം എന്തുവാണ് നമ്മൾ എങ്ങനെ ആകട്ടെ, പക്ഷേ മറ്റു മതസ്ഥരെക്കുറിച്ച് പറയില്ല. അതേപോലെ അവസാനമായി എൻ്റെ സമയം, നമുക്ക് മനസ്സിലാക്കേണ്ട, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ ഒരു ജൂതൻ്റെ ശവമഞ്ചം കൊണ്ടുപോകുമ്പോൾ എഴുന്നേറ്റിരുന്നു. അപ്പോൾ അനുചരന്മാർ ചോദിച്ചു, പ്രവാചകരുടെ ജൂതൻ്റെ ശവമഞ്ചമല്ലേ? അപ്പോൾ പ്രവാചകൻ പറഞ്ഞു, അതൊരു മനുഷ്യനല്ലേ? ഇതാണ് നമ്മളോട് പഠിപ്പിക്കപ്പെട്ടത്. അതുപോലെ നിൻ്റെ അയൽവാസി പട്ടിണി കിടക്കുമ്പോൾ വയർ നിറച്ച് ഉണ്ണുന്നവൻ നമ്മിൽപ്പെട്ടവരല്ല, അഥവാ മുസ്ലിമേ അല്ല.
അതേപോലെ പ്രവാചകൻ്റെ മറ്റൊരു വചനം, നീ വീട്ടിൽ കറി ഉണ്ടാക്കുകയാണെങ്കിൽ, നമുക്കറിയാം പണ്ട് കാലത്തൊക്കെ ഉള്ള അവസ്ഥ, കറി ഉണ്ടാക്കുകയാണെങ്കിൽ ഒരല്പം വെള്ളം ചേർത്തിട്ട്, അതായത് കറി ലേസം ലൂസാക്കിയിട്ട്, കറി ലേസം അങ്ങനെ ഗ്രേവി കൂട്ടിയിട്ട് ആക്കിയിട്ട് ഇങ്ങനെ നിൻ്റെ അയൽവക്കത്ത് കൊടുക്കണം. പ്രവാചകൻ്റെ വചനം. അവിടെ ഒരു മതവുമില്ല. മതം നോക്കി, കുറി നോക്കി, തുണി നോക്കി പെരുമാറുന്ന ഒരവസ്ഥ ഒരു യഥാർത്ഥ വിശ്വാസിക്കില്ല. അതേത് മതത്തിലും യഥാർത്ഥ വിശ്വാസികൾക്കില്ല എന്നതാണ് യാഥാർത്ഥ്യം. നമ്മൾ ഋഗ്വേദോ സാമവേദോ അഥർവേദോ യജുർവേദോ നിങ്ങൾക്ക് വായിക്കാം. ബൈബിളിൻ്റെ പുതിയ പഴയ നിയമങ്ങൾ നമുക്ക് വായിക്കാം. അങ്ങനെയൊക്കെ അഗാധമായി നമ്മൾ ചിന്തിക്കാനും, ഒരു സമൂഹത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ, ഇന്ത്യ പോലൊരു രാജ്യത്ത് ജീവിക്കുമ്പോൾ നമ്മൾ പാലിക്കേണ്ട അതിർവരമ്പുകളും സംസാരത്തിലും കമൻറ്റുകളിലും വീഡിയോകളിലൊക്കെ നമ്മൾ പാലിക്കേണ്ട മര്യാദകൾ നമ്മൾ പാലിക്കണം. എല്ലാ മതത്തെയും ഉൾക്കൊള്ളുകയും എല്ലാ മതത്തെയും ഉൾക്കൊള്ളുന്ന ഒരു രാജ്യമാണ് നമ്മുടെ രാജ്യം. മതം നോക്കി, കുറി നോക്കി, തുണി നോക്കി സംസാരിക്കേണ്ട, പെരുമാറേണ്ട, കുട്ടികളുടെ അടുത്ത് പോലും അങ്ങനെ ചെയ്യേണ്ട ഒരു മനുഷ്യരല്ല നമ്മൾ. മറിച്ച് ഇന്ത്യ പോലെ രാജ്യം നമ്മൾ ജീവിക്കുമ്പോൾ പാലിക്കേണ്ട മര്യാദ നമ്മൾ പാലിക്കണം. അതുപോലെ കൂടുതൽ അഗാധമായി നല്ല നല്ല കാര്യങ്ങൾ പഠിക്കാനും മനസ്സിലാക്കാനും ജീവിതത്തിൽ പകർത്താനൊക്കെ നമ്മൾ ശ്രമിക്കണം. പ്രവാചകൻ്റെ മറ്റൊരു വചനം, പ്രവാചകൻ പറഞ്ഞൊരു വചനം പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്താം. അതായത് മുസ്ലിം രാജ്യത്ത്, ഇപ്പോൾ നമുക്കറിയാം ഇസ്ലാമിക രാജ്യത്ത്, മുസ്ലിം രാജ്യത്ത് ഇസ്ലാമല്ലാത്തൊരു മനുഷ്യൻ, മുസ്ലിം അല്ലാതെ ഹൈന്ദവനോ ക്രൈസ്തവനോ മതമില്ലെന്ന് വിശ്വസിക്കുന്ന ആരും, ജൈനനോ ബൗദ്ധനോ പിന്നെ ഒരുപാട് ആരെങ്കിലും ആകട്ടെ, അങ്ങനെയുള്ളൊരു മനുഷ്യൻ, ഇസ്ലാമല്ലാത്തൊരു മനുഷ്യൻ മുസ്ലിം രാജ്യത്ത് ജീവിക്കുമ്പോൾ അവൻ അകാരണമായി പ്രയാസപ്പെടുത്തുന്നവൻ, അവനെ ദ്രോഹിക്കുന്നവൻ, അവനെ വധിച്ചു കളയുന്നൊക്കെ ചെയ്യുന്ന വലിയ തെറ്റായിട്ടാണ് ഇസ്ലാം കാണുന്നത്. അവൻ അഗാധമായ ഒരാൾ വധിച്ചു കളഞ്ഞാൽ അവന് സ്വർഗത്തിൻ്റെ വാസന പോലും ഏൽക്കുകയില്ല. സ്വർഗത്തിൻ്റെ വാസന എന്ന് പറഞ്ഞാൽ 700 വർഷം വൈദൂരം ഒരു പക്ഷി സഞ്ചരിക്കുന്ന, അല്ലെങ്കിൽ ഒരു കുതിരപ്പുറത്ത് ഒരാൾ 700 വർഷം ദൂരം സഞ്ചരിച്ചാൽ എത്ര ദൂരം ഉണ്ടാവും? അത്രയും ദൂരം സഞ്ചരിക്കുന്ന സ്വർഗത്തിൻ്റെ വാസന പോലും, അത്രയും വൈദൂരം ആ വാസന കിട്ടും സ്വർഗത്തിന്. അത്ര മാത്രം നിമ്മിയെ വധിക്കുന്നവെന്ന പ്രവാചകൻ പറഞ്ഞു. അവർക്ക് സ്വർഗത്തിൻ്റെ വാസന പോലും ഏൽക്കുകയില്ല. നമുക്കറിയാം നമ്മൾ വിദേശ രാജ്യത്തൊക്കെ ജീവിക്കുമ്പോൾ എത്ര സ്വതന്ത്രമായിട്ടും എത്ര നല്ല രീതിയിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഇതേ സ്വതന്ത്ര രാജ്യമായ മറ്റു അറബ് രാജ്യങ്ങളിൽ നിന്നുകൊണ്ട് മറ്റൊരു മതവിഭാഗത്തിനെതിരെ എത്ര മോശം സംസാരങ്ങൾ നടത്തുക എന്നത് എത്ര മ്ലേച്ഛമായ കാര്യമാണ്, എത്ര മോശമായ കാര്യമാണ്. നമ്മളൊക്കെ വാക്കിലും പ്രവൃത്തിയിലും നമ്മുടെ കമൻറ്റുകളിലും നമ്മുടെ വീഡിയോകളൊക്കെ നമ്മൾ ശ്രദ്ധിക്കുക. നല്ലത് പറയാനും, നല്ലത് പഠിക്കാനും, നല്ലത് ജീവിതത്തിൽ പകർത്താനും നമുക്ക് സാധിക്കട്ടെ.